നമസ്കാരം, ഞാൻ ജാരമുൾ ഷംസി. ഇന്ന് തള്ളുകളുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്തിനും ഏതിനും ഒരു കഴമ്പുമില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള അധര വ്യായാമം. മഹാനായ ഹാസ്യസമ്രാട്ട്, ഹാസ്യകവി കുഞ്ചൻ നമ്പ്യാർ തൻ്റെ തുള്ളൽ കവിതകളിലൂടെ അത്തരം വ്യർത്ഥമായ അർത്ഥശൂന്യതകളെ തുറന്നു കാട്ടിയിരുന്നു. മഹാനായ ആ മഹാനുഭാവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ തുള്ളൽ കവിത നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. തള്ളുകളങ്ങനെ പലവിധമുലകിൽ അനവധി നിരവധി തള്ളുകളയ്യോ. തള്ളുകളങ്ങനെ പലവിധമുലകിൽ അനവധി നിരവധി തള്ളുകളയ്യോ. നിത്യവും അത് കേട്ടാകെ വലഞ്ഞു ഭരണക്കാരുടെ തള്ളുകളയ്യോ. സഹിക്കവയ്യാതായിട്ടുണ്ട് അനവധി നിരവധി തള്ളുകളയ്യോ. നിത്യവും അത് കേട്ടാകെ വലഞ്ഞു ഭരണക്കാരുടെ തള്ളുകളയ്യോ. സഹിക്കവയ്യാതായിട്ടുണ്ട്. തൊട്ടതിനൊക്കെ തീവിലയായി നികുതികൾ കൂട്ടി ജീവിതമാകെ ദുസ്സഹമാക്കി. തൊട്ടതിനൊക്കെ തീവിലയായി നികുതികൾ കൂടി ജീവിതമാകെ ദുസ്സഹമായി. പച്ചക്കറിയത് പൊള്ളും വിലയായി മീനാകട്ടെ കിട്ടാക്കനിയായി. പച്ചക്കറിയത് പൊള്ളും നിലയായി മീനാകട്ടെ കിട്ടാക്കനിയായി. അടുക്കള ഭരണം മതിയാക്കിയിടാൻ നാരികയോഗം കൂടുകയായി. അടുക്കള ഭരണം മതിയാക്കിയിടാൻ നാരികൾ യോഗം കൂടുകയായി. പെൺതുണയില്ലാതെ അയ്യോ കഷ്ടം പുരുഷന്മാരത് വലയുകയായി. എന്തിനുമേതിനും നികുതികൾ കൂട്ടി 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 പൗരന്മാരെ വലയ്ക്കുകയല്ലോ. ഭരണക്കാരുടെ ആഡംബരമോ കുറവില്ലൊട്ടുമതങ്ങനെ തന്നെ. ഭരണക്കാരുടെ ആഡംബരമോ കുറവില്ലൊട്ടുമതങ്ങനെ തന്നെ. ഭരണക്കാര് തടിച്ചു കൊഴുക്കെ പാവം ജനമത് വലയുകയല്ലോ. ഭരണക്കാരുടെ ആഡംബരമോ കുറവില്ലതൊട്ടും അങ്ങനെ തന്നെ. ഭരണക്കാര് തടിച്ചു കൊഴുക്കെ പാവം ജനമത് വലയുകയല്ലോ. ഉറക്കം തൂങ്ങിയ പ്രതിപക്ഷത്തെ തട്ടി ഉണർത്താൻ കഴിയാതായി. കഥകളിലങ്ങനെ പലതും പറയും അതു കേട്ടാരും പരിഭവമരുതേ. കഥകളിലങ്ങനെ പലതും പറയും അതു കേട്ടാരും പരിഭവമരുതേ. നന്ദി, നമസ്കാരം.